നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 14 ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് IT മിഷന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. കൃത്യസമയത്ത് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി റദ്ദാക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുൻപ് 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കണമെന്ന് പൊതുവായി നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ അടിയന്തര തീരുമാനം കുട്ടികളുടെ ആധാർ കാർഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നതനുസരിച്ച് 5 വയസ്സിന് മുൻപ് ആധാർ എടുത്ത കുട്ടികൾ 5 വയസ്സ് പൂർത്തിയായി 7 വയസ്സിനുള്ളിലും 5 വയസ്സിന് ശേഷം ആധാർ എടുത്തവർ 15 വയസ്സ് പൂർത്തിയായി 17 വയസ്സിനുള്ളിലും നിർബന്ധമായും ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതാണ്. ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി റദ്ദാക്കപ്പെടുന്നതിനാൽ എല്ലാ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ ആധാർ കാർഡുകൾ സമയബന്ധിതമായി പുതുക്കാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന IT മിഷൻ അറിയിക്കുന്നു. അതുപോലെ വാഹനങ്ങളുടെ പുകപരിശോധനയുമായി ബന്ധപ്പെട്ട് നിലവിൽ പലരും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വാഹനരേഖകൾ ആധാറുമായി ലിങ്ക് ചെയ്യാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. RC ബുക്കും ലൈസൻസും ആധാറുമായി ബന്ധിപ്പിക്കാത്ത വാഹനങ്ങൾക്ക് ഇനി പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അതിനാൽ വാഹന ഉടമകൾ എത്രയും വേഗം തങ്ങളുടെ രേഖകൾ ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇനി മുതൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുമ്പോൾ RC ബുക്ക് പേര് മാറ്റുന്നതിനൊപ്പം തന്നെ അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഭാവിയിൽ പുകപരിശോധന തടസ്സമില്ലാതെ നടത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമവും സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാക്കിയേക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല. എന്നാൽ നിയമലംഘനങ്ങൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഇനി മുതൽ പിഴ ചുമത്തുന്നതിന് പുറമെ 3 മാസത്തെ സസ്പെൻഷൻ നടപടികളിലേക്ക് കൂടി കടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തവരെ പരിശീലന കേന്ദ്രത്തിൽ അയച്ച് ചട്ടങ്ങൾ പഠിപ്പിക്കുവാനും സാമൂഹിക സേവനത്തിന് നിയോഗിക്കുവാനും നിലവിൽ നിയമത്തിന് വ്യവസ്ഥയുണ്ട്. കേന്ദ്ര നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലെങ്കിൽ 1000 രൂപയാണ് പിഴയെങ്കിലും സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് കേരളത്തിൽ ഇത് 500 രൂപയായി കുറച്ചിരുന്നു. എന്നാൽ പുതിയ നീക്കം അനുസരിച്ച് പിന്നിലിരിക്കുന്ന യാത്രക്കാരൻ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പോലും അത് ഡ്രൈവറുടെ ലൈസൻസിനെയാകും ബാധിക്കുക. നിലവിൽ AI CCTV ക്യാമറകൾ വഴി ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കുന്ന സംവിധാനവും ഉണ്ട്. നിശ്ചിത സമയത്തിനകം ഈ പിഴ അടച്ചില്ലെങ്കിൽ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാനും മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കും. എല്ലാ മോട്ടോർ സൈക്കിൾ യാത്രക്കാരും കൃത്യമായി ഹെൽമറ്റ് ധരിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ വാഹനാപകട നിരക്ക് 20% കുറയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് വരും ദിവസങ്ങളിൽ പരിശോധനകളും നിയമ നടപടികളും ശക്തമാകുന്നത്. ഹെൽമറ്റ് ഇല്ലാത്ത യാത്രകൾക്ക് പുറമെ മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെയും കർശനമായ നടപടികൾ ഉണ്ടായേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ പദ്ധതിയുമായി സർക്കാർ. ആശ്വാസ് 2026 പദ്ധതിയിലൂടെ ഒറ്റത്തവണയായി വായ്പകൾ തീർപ്പാക്കാവുന്നതാണ്. വായ്പ കുടിശ്ശിക ഒഴിവാക്കുക, കൂടുതൽ തിരിച്ചടവ് ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ജൂൺ 1 മുതൽ 100 ദിന പരിപാടിയായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓഗസ്റ്റ് 31 വരെ വായ്പകൾ തിരിച്ചടയ്ക്കാവുന്നതാണ്. കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്നെടുത്ത വായ്പകൾക്കാണ് പ്രഥമ പരിഗണന. പദ്ധതി കാലയളവിൽ ജപ്തി ഉൾപ്പെടെയുള്ള എല്ലാ തുടർ നടപടികളും നിർത്തിവെക്കും. അർഹരായവർക്ക് പിഴപലിശയും ഒഴിവാക്കി നൽകുന്നതാണ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുടുംബങ്ങൾക്കും പലിശ ഇളവുണ്ട്. സ്വർണ്ണ വായ്പ, നിക്ഷേപ വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകളും പദ്ധതിയിൽ പരിഗണിക്കും. 5 വർഷത്തിലേറെ കുടിശ്ശികയുള്ള 50,000 രൂപ വരെയുള്ള ചെറുവായ്പകൾക്ക് 50% പലിശ ഇളവും നൽകും. തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെയുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറുകയാണ് കർഷക ID നമ്പർ. കിസാൻ സമ്മാൻ നിധി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ, രാസവള സബ്സിഡി, വിള ഇൻഷുറൻസ്, മറ്റ് സബ്സിഡികൾ, വിളനാശത്തിനുള്ള പ്രത്യേക സഹായം തുടങ്ങി കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കും ഇനി ഈ ID നമ്പർ നിർബന്ധമാണ്. ഭാവിയിൽ കർഷകർക്കായി ഒരു പ്രത്യേക ID കാർഡ് കൂടി വിതരണം ചെയ്യുമെന്ന്
കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കൃഷിഭൂമിയുള്ള എല്ലാവരും തന്നെ അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം വില്ലേജ് തലത്തിലും പിന്നീട് കൃഷിഭവൻ മുഖാന്തരവും വെരിഫിക്കേഷൻ നടക്കും. ഇത് പൂർത്തിയായി അപ്രൂവൽ ലഭിക്കുന്നതോടെയാണ് നമ്മുടെ കർഷക ID ജനറേറ്റ് ആകുന്നത്. ഈ ID നിലവിൽ വരുന്നതോടെ ആനുകൂല്യങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങി മറ്റ് രേഖകൾ ഹാജരാക്കേണ്ടി വരില്ല. കാരണം ഈ IDയിൽ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ, വിസ്തൃതി, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയെല്ലാം മുൻകൂട്ടി ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. ഇതുവഴി വളരെ വേഗത്തിലും എളുപ്പത്തിലും ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് എത്തും. അതുകൊണ്ട് ഇതുവരെയും ID എടുത്തിട്ടില്ലാത്ത എല്ലാ കർഷകരും എത്രയും വേഗം ഇതിനായി അപേക്ഷിക്കുക. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID എടുക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോഴും ലഭ്യമാണ്. മുൻപ് മെയ് 30 ഇതിന്റെ കാലാവധി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ വലിയൊരു വിഭാഗം കർഷകർ പദ്ധതിക്ക് പുറത്താകാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതിന്റെ സമയപരിധി നീട്ടിയിട്ടുണ്ട്. നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പദ്ധതിയെക്കുറിച്ച് ഇനിയും അറിയാത്തവരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിനും രജിസ്ട്രേഷൻ വേഗത്തിലാക്കുന്നതിനുമായി ഇപ്പോൾ പ്രത്യേക ക്യാമ്പയിനുകളും നടന്നുവരുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ജൂൺ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷൻ, നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ക്ഷേമ പെൻഷൻ വലിയ ചർച്ചാ വിഷയമായ തിരഞ്ഞെടുപ്പിന് ശേഷം ഭരണത്തിലെത്തിയ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ വലിയൊരു വിസ്മയം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. പകരം 200 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക എന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന സൂചനകൾ. അതായത് എല്ലാ വർഷവും 200 രൂപ വീതം ഉയർത്തി സർക്കാരിന്റെ കാലാവധി തികയുന്ന വർഷത്തിൽ പെൻഷൻ 3000 രൂപയാക്കി മാറ്റാനുള്ള ശുപാർശകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആദ്യത്തെ 4.5 വർഷവും 100 രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല. അവസാന മാസങ്ങളിലാണ് 400 രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ 2000 രൂപയാക്കിയത്. അങ്ങനെ വാഗ്ദാനം ചെയ്ത 2500 രൂപയിലേക്ക് പെൻഷൻ എത്തിയതുമില്ല. അതുകൊണ്ട് തന്നെ മുൻപത്തെ പരാജയം ആവർത്തിക്കാതെ ഘട്ടം ഘട്ടമായി തുക വർദ്ധിപ്പിക്കുന്ന രീതി സ്വീകരിക്കാനാണ് പുതിയ സർക്കാർ സാധ്യത കാണുന്നത്. സാധാരണയായി ജൂൺ മാസത്തിലാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പുതിയ സർക്കാർ രൂപീകരണവും ബജറ്റ് അവതരണത്തിന്റെ തിരക്കുകളുമായതിനാൽ ഈ മാസം മസ്റ്ററിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ 10 വർഷമായി വർഷത്തിലൊരിക്കൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കിടപ്പ് രോഗികൾക്ക് നേരിട്ടെത്തിയും വാർഷിക മസ്റ്ററിംഗ് നടത്താറുണ്ട്. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവും ആദ്യ ബജറ്റ് അവതരണവും പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് ആരംഭിക്കാൻ 2-3 മാസം വരെ താമസം നേരിട്ടേക്കാം. മറ്റൊരു പ്രധാന കാര്യം സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ അധികാരത്തിലേറി ഇത്ര ദിവസമായിട്ടും കഴിഞ്ഞ സർക്കാരിന്റെ അവസാന മാസത്തെ കുടിശ്ശികയോ പുതിയ സർക്കാരിന്റെ ആദ്യ മാസത്തെ തുകയോ വിതരണം ചെയ്തിട്ടില്ല. നിലവിൽ ഏകദേശം 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. എന്നാൽ ഇത് നൽകുന്നതിനെപ്പറ്റി വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതുവരെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. നിലവിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള BPL സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഈ ആനുകൂല്യത്തിന് പകരം പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും APL, BPL വ്യത്യാസമില്ലാതെ നൽകുന്ന KSRTC സൗജന്യ യാത്ര പോലുള്ള പദ്ധതികളാണ് സർക്കാർ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. കൂടാതെ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകുന്ന പദ്ധതി തുടങ്ങിയ ഗ്യാരണ്ടികൾ നടപ്പാക്കിയ ശേഷമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം പുതിയ സർക്കാർ പരിഗണിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. KSRTC സൗജന്യ യാത്രയ്ക്ക് വേണ്ടിവരുന്ന തുക എല്ലാ മാസവും ധനവകുപ്പ് KSRTCക്ക് നൽകേണ്ടതുണ്ട്. ഇതിനുശേഷം സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി വകയിരുത്താൻ ഫണ്ടുണ്ടോ എന്ന് ഈ വരുന്ന ബജറ്റിൽ വ്യക്തമാകും. ഈ ബജറ്റിൽ തുക അനുവദിക്കുകയാണെങ്കിൽ ഈ പദ്ധതി തുടരും. അല്ലാത്തപക്ഷം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത അറിയിപ്പ്. കഴിഞ്ഞ സർക്കാർ നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഏതാനും മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയത്. ഇനിയും 15 മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആളുകൾക്ക് ലഭിക്കാനുണ്ട്. അതിൽ ഒരു ഗഡു ഈ മാസം വിതരണം ചെയ്യാനുള്ള സാധ്യത കാണുന്നുമുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് തുടങ്ങിയവയുടെ കുടിശ്ശിക തീർക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രത്യേക സഹായം ഉണ്ടാകുമോ എന്നതും ജൂൺ 19 നടക്കുന്ന ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് തുടരുന്നു. തുടർച്ചയായ 2ാം ദിനമാണ് വില കൂടിയത്. 2026 ജൂൺ 13 ശനിയാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 45 രൂപ കൂടി 13,665 രൂപയും പവന് 360 രൂപ കൂടി 1,09,320 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക.